Welcome to Mathematics CS. Kerala Set Exam General Paper Previous Year Question Paper Discussion Series ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 2018 സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 20 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മൾ 9 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ 9 വീഡിയോസ് കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക. ഏറ്റവും നല്ല മാർഗം സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ക്ലാസ് റൂം മാനേജ്മെന്റ്? ഓപ്ഷൻ എ, എക്സ്റ്റാബ്ലിഷ് ആൻഡ് ടീച്ച് റൂൾസ്. ഓപ്ഷൻ ബി, റീഇൻഫോഴ്സ് പോസിറ്റീവ് ബിഹേവിയർ. ഓപ്ഷൻ സി, എൻഫോഴ്സ് സ്ട്രിക്ട് ഡിസിപ്ലിൻ. ഓപ്ഷൻ ഡി, അഡ്രസ് മിസ്ബിഹേവിയർ. ആൻസർ, എൻഫോഴ്സ് സ്ട്രിക്ട് ഡിസിപ്ലിൻ. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റിന് അപ്രോപ്രിയേറ്റ് അല്ലാത്തത് നോട്ട് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എക്സ്റ്റാബ്ലിഷ് ടീച്ചിങ് റൂൾസ് ക്ലാസ് റൂം മാനേജ്മെന്റിന് ആവശ്യമാണ്. അതുപോലെ റീഇൻഫോഴ്സ് പോസിറ്റീവ് ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യാന്നുള്ളതും എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ളതാണ്. അഡ്രസ് മിസ്ബിഹേവിയർ അഡ്രസ് ചെയ്യാന്നുള്ളതും ക്ലാസ് റൂം മാനേജ്മെന്റിന് അത്യാവശ്യമാണ്. പക്ഷേ സ്ട്രിക്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്തല്ല, എൻഫോഴ്സ് സ്ട്രിക്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ, എൻഫോഴ്സ് സ്ട്രിക്ട് ഡിസിപ്ലിൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് റൈസ് ദ മൊറാൽ ഓഫ് ഹിസ് ടീച്ചേഴ്സ് ബൈ. ഓപ്ഷൻ എ, ഓഫറിംഗ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ്. ഓപ്ഷൻ ബി, പ്രൊവൈഡിംഗ് അക്കാദമിക് ഓട്ടോണമി. ഓപ്ഷൻ സി, മെയിൻറ്റെയിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓപ്ഷൻ ഡി, പീരിയോഡിക്കൽ ഇവാലുവേഷൻ. ആൻസർ, providing academic autonomy. An administrator should raise the morale of his teachers by providing academic autonomy. Next question. Rigveda says education is the process which makes man self-reliant and option A, selfless. Option B, human. Option C, useful. Option D, worthy. Answer is selfless. അതായത് ഋഗ്വേദ സേസ് എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് വിച്ച് മേക്സ് മാൻ സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ്ലെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഫോർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ലെക്ചറിങ്, സ്പീക്കിംഗ്, ലിസണിങ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ജെസ്റ്റേഴ്സ്. ആൻസർ ഈസ് ജെസ്റ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the most appropriate test that a teacher can use to identify the learning difficulties of the students is. അതായത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ യൂസ് ചെയ്യുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഒരു ടെസ്റ്റ് ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓപ്ഷൻ ബി, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഓപ്ഷൻ സി, നോൺ റെഫറൻസ്ഡ് ടെസ്റ്റ്. ഓപ്ഷൻ ഡി, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആൻസർ ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള ഒരു വേർഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ എ സ്റ്റുഡൻറ് ഓവർകം ഹിസ് ബാക്ക്വേർഡ്നെസ് ഇൻ ലേണിംഗ് ആൻഡ് അച്ചീവ് ടു ഹിസ് മാക്സിമം പൊട്ടൻഷ്യൽ? ഓപ്ഷൻ എ, ഗിവ് പിയർ കോച്ചിങ്. ഓപ്ഷൻ ബി, അവോയ്ഡ് ദ സ്റ്റുഡൻറ് ആസ് ഇറ്റ് മേ ബി ബൈ സ്പെയറിംഗ് ദ ടൈം ഓഫ് അതർ സ്റ്റുഡൻസ്. ഓപ്ഷൻ സി, പ്രൊവൈഡ് റെമഡിയൽ കോച്ചിങ്. ഓപ്ഷൻ ഡി, കീപ് യുവർ സ്പീഡ് ഓഫ് ടീച്ചിങ് ഫാസ്റ്റ് സോ ദാറ്റ് സ്റ്റുഡൻസ് കോംപ്രിഹെൻഷൻ ലെവൽ മേ ഇൻക്രീസ്. Answer is provide remedial coaching. Next question, if a teacher is not able to answer the question of a pupil. Option A, he should say that he will answer after consultation. Option B, rebuke the pupil. Option C, say that the question is wrong. Option D, feel shy of his ignorance. അതായത് നമ്മളോട് കുട്ടികൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടീച്ചറിനോട് കുട്ടികൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ടീച്ചറിന് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ആൻസർ? അതായത് ഹി ഷുഡ് സേ ദാറ്റ് ഹി വിൽ ആൻസർ ആഫ്റ്റർ കൺസൾട്ടേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ അത് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ കുട്ടികളോട് പറയാം. ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പാടില്ല, അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് റോങ് ആണെന്ന് പറയാനോ അല്ലെങ്കിൽ അവരോട് അതിന് ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇഗ്നോർ ചെയ്യാനോ അതൊന്നും പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ സമയത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ അത് പിന്നീട് നോക്കിയിട്ട് പറഞ്ഞു തരാമെന്നുള്ള ഒരു മറുപടി എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നൽകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
For ensuring maximum participation of students in classroom learning, a teacher can adopt option A, lecturing, option B, assignments, option C, discussion, option D, reading and reviewing. Answer, discussion. അതായത് മാക്സിമം പാർട്ടിസിപ്പേഷൻ, ഒരു ക്ലാസ് റൂം ലേണിംഗിൽ സ്റ്റുഡൻസിൻ്റെ മാക്സിമം പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടീച്ചർ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഡിസ്കഷൻ മെത്തേഡാണ്. ഡിസ്കഷൻ മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുക, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ, മാക്സിമം പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ കഴിയുന്നത് ഡിസ്കഷൻ മെത്തേഡിലൂടെയാണ്. ലെക്ചറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, കുട്ടികളൊന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ലെക്ചറിംഗ് അല്ല, ഡിസ്കസ് ചെയ്യുന്നതിലൂടെയാണ് കുട്ടികളുടെ മാക്സിമം പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക. അസൈൻമെൻറ്റ്സിലൂടെ അതിനേക്കാളും ഒക്കെ എന്താണ്, ഡിസ്കഷനാണ് നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചിങ് വിൽ ബി എഫക്റ്റീവ് വെൻ? ഓപ്ഷൻ എ, ടീച്ചേഴ്സ് കൺസിഡറിംഗ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്. ഓപ്ഷൻ ബി, എ ടീച്ചർ യൂസസ് മൾട്ടി സെൻസറി മൊഡാലിറ്റി. ഓപ്ഷൻ സി, എ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് ദ സബ്ജക്ട് മാറ്റർ അണ്ടർസ്റ്റുഡ് റാദർ ദാൻ ഓൺ കംപ്ലീറ്റിംഗ് ദ കോഴ്സ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. അതായത് ഒരു എഫക്റ്റീവ് ടീച്ചറിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എ ടീച്ചേഴ്സ് കൺസിഡറിങ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസിന്റെ ലെവൽ മനസ്സിലാക്കിയിട്ട് വേണമല്ലേ നമ്മൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എ ടീച്ചർ യൂസസ് മൾട്ടി സെൻസറി മൊഡാലിറ്റി യൂസ് ചെയ്യണം. പിന്നെ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് ദ സബ്ജക്ട് മാറ്റർ അണ്ടർസ്റ്റുഡ് റാദർ ദാൻ ഓൺ കംപ്ലീറ്റിംഗ് ദ കോഴ്സ്. അപ്പോൾ എന്താണ്, ഈ 3 കാര്യങ്ങളും ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ്. Next question, a democratic classroom offers. Option A, freedom to do anything in the classroom. Option B, respect the individual talents. Option C, uses the potentiality of bright students. Option D, uses uniform strategy of teaching. Democratic classroom offer ചെയ്യുന്നത് respects the individual talents. Individual talentനെ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് ക്ലാസ് റൂം ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, If a student in your class shows aggressive behavior, what will you do? അതായത് ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ് റൂമിൽ ടീച്ചറിൻ്റെ ക്ലാസ് റൂമിൽ അഗ്രസീവ് ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിന് ചെയ്യുക? ഇപ്പം ഓപ്ഷൻ നോക്കാം. ഇൻഫോം പാരൻസ് ആൻഡ് ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ. പാരൻസിനെ അറിയിച്ചിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക എന്നുള്ളത്. പാരൻസിനെ അറിയിക്കുമോ ആ ഒരു അഗ്രസീവ് ബിഹേവിയറിൻ്റെ ഇത് പാരൻസിനെ അറിയിക്കുക. അല്ലെങ്കിൽ ടോക്ക് വിത്ത് ഹിസ് ഫ്രാങ്ക്ലി ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ഹിസ് ബിഹേവിയർ. അവരോട് നല്ലൊരു ഫ്രാങ്ക്ലി ടോക്ക് ചെയ്തിട്ട് ആ ഒരു കാരണം, അഗ്രസീവ് ബിഹേവിയറിന് കാരണം എന്താണെന്നുള്ളത് നമ്മളത് അവരോട് തന്നെ അതിൻ്റെ റീസൺ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമോ. അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ടു ദ പ്രിൻസിപ്പൽ എഗനിസ്റ്റ് ഹിം, അതിനെതിരായിട്ട് പ്രിൻസിപ്പളിനെ കംപ്ലൈൻറ്റ് ചെയ്യുമോ. അതുപോലെ സെൻഡ് ഹിം ടു ദ സ്പെഷ്യൽ സ്കൂൾ, ആ കുട്ടീനെ സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റുമോ. ഇതിൽ ഏതാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്? അതായത് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാരണത്തിനെ എന്ത് ചെയ്യുക, പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. ഇപ്പം ആൻസർ വരുന്നത് ടോക്ക് വിത്ത് ഹിം ഫ്രാങ്ക്ലി ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ഹിസ് ബിഹേവിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സ്റ്റുഡൻസ് ലേണിംഗ് ഈസ് ടു ബി അപ്ലൈഡ് വാട്ട് എവർ റിക്വയർഡ് ദ ടീച്ചർ ഷുഡ്. Option A, provide opportunities for positive transfer of learning. Option B, provide sufficient learning aids while teaching. Option C, practice in memorization. Option D, simplify the learning experiences. Answer, provide opportunities for positive transfer of learning. Next question, during the introduction of lesson, primary importance should be given to. Option A, provide additional learning experiences. Option B, give a definition of the concept in advance. Option D, provide activity to students. Option D, try to link with the previous knowledge. അതായത് ഒരു ഇൻട്രോഡക്ടറി ലെസൺ എടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ് നമ്മൾ എപ്പോഴും പ്രീവിയസ് നോളജുമായിട്ട് എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. നമ്മൾ പുതുതായിട്ട് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം എപ്പോഴും പ്രീവിയസ് നോളജുമായിട്ട് ലിങ്ക് ചെയ്യാണ് വേണ്ടത്. അതാണ് ആൻസർ വരുന്നത്, ട്രൈ ടു ലിങ്ക് വിത്ത് ദ പ്രീവിയസ് നോളജ്. ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ സം ഫേസസ് റിലേറ്റഡ് ടു ടീച്ചിങ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഓർഡർ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഞാനിവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ മാത്രമേ വായിക്കുന്നുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ളത് ആദ്യം മോട്ടിവേഷൻ, രണ്ടാമത് വരേണ്ടത് പ്ലാനിങ് ഓഫ് ലെസൺ, മൂന്നാമത് വരേണ്ടത് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ലാസ്റ്റ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. ഒന്നുകൂടി പറയാം. മോട്ടിവേഷൻ, then planning of the lesson, then selection of appropriate teaching aids, then providing feedback. Next question. While teaching the historical monuments, the suitable learning aid that can be used for students is. ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ യൂസ് ചെയ്യുന്ന ലേണിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ലേണിംഗ് എയ്ഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫീൽഡ് വിസിറ്റ് ആണ് ടീച്ചർ യൂസ് ചെയ്യേണ്ടത്. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിന് വേണ്ടിയിട്ട് ഫീൽഡ് വിസിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Technology no longer protected by copyright available to everyone is considered to be. Option A proprietary, option B open, option C experimental, option D in the public domain. Answer is proprietary. Next question. The division which manages the information and communication resources and is engaged in the production of multimedia study materials, training of teachers, etc. in CIET is. Answer DICT. Next question. A teacher attempts to improve the memory of his students while teaching complex concepts. Which of the following strategy can be most suitable ones? അതായത് ഒരു ടീച്ചർ സ്റ്റുഡൻസിൻ്റെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. സ്റ്റോറി ടെല്ലിംഗ് ആണോ, അല്ലെങ്കിൽ പിയർ ട്യൂട്ടറിംഗ് ആണോ, ന്യൂമോണിക്സ് ആണോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ? മെമ്മറി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കീവേഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും ന്യൂമോണിക്സ് ആണെന്നുള്ളത്. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ പറയില്ല ന്യൂമോണിക്സ്. ആ ഒരു രീതിയിലാണ് അതിനാണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പം വിബ്ജിയോർ എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ നമുക്ക് ന്യൂമോണിക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഇവാലുവേറ്റിംഗ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് എ ടീച്ചർ ക്യാൻ യൂസ്. ഓപ്ഷൻ എ സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ ബി അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഓപ്ഷൻ സി പെർഫോമൻസ് ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഓവറോൾ പെർഫോമൻസ്, സ്റ്റുഡൻസിൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. CCE എന്ന് പറയില്ലേ? CCE എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നാണ് ഫുൾ ഫോം വരുന്നത്. അപ്പം എന്താണ്? ഓവറോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the responsible for the chemical transformation of messages between cells? Option A synapse, option B neurotransmitters, option C axons, option D dendrites. Answer neurotransmitters. Chemical transmission of messages between cells, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 20 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 20 ക്വസ്റ്റ്യനായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.